Hi, my name is Shiva. I'm a PhD student at Concord University. So this video is about how I got my PhD in Canada. So it's not just how I got my PhD; it's like the story behind how I got my PhD in Canada. Also, I will be giving you a different video of how, like a part 2 video of how I actually applied to here in the coming days, and this will be just the story of how I got my PhD in Canada. എൻ്റെ പേര് ശിവ. ഞാൻ വയനാട്ടിൽ നിന്നാണ്. ഞാനൊരു മലയാളിയാണ്. ആൻഡ് ഞാൻ അമ്പലവയലിൽ നിന്നാണ് വരുന്നത്. ഞാൻ പഠിച്ചതും എഴുത്ത് വരെ പഠിച്ചത് അമ്പലവയലിലാണ്. അതിനുശേഷം ഞാൻ 12th വയനാട്ടിൽ തന്നെ വേറെ ഒരു സ്കൂളിൽ പഠിച്ചു. അതിനുശേഷം ഞാൻ 1 year എൻട്രൻസ് കോച്ചിങ്ങിന് പോയി. I was really mad at getting admission into an IIT or NIT. സോ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു IIT NITയിൽ എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ മേടിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ആ സമയത്ത്. ബട്ട് എനിക്ക് ഒരു വർഷം വെറുതെ പോയി എന്നല്ലാണ്ട് ഒരു വർഷം ഒരു റെസിഡൻഷ്യൽ കോച്ചിങ് സെൻറ്ററിൽ പോയി വെറുതെ പൈസ പോയി എന്നല്ലാണ്ട് വേറെ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. പിന്നെ ഒരു പൈസ കൂടുകയും ചെയ്തു. ഓൾസോ അതിനുശേഷം എനിക്ക് വേറെ വലിയ ഡയറക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് ഞാൻ നേരെ അടുത്തുള്ള കോളേജ് സെൻറ്റ് മേരീസ് കോളേജിൽ പോയി BSc ഫിസിക്സിന് ചേർന്നു. പിന്നെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോൾ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് തുടങ്ങി ഫിസിക്സിനോട്. പിന്നീട് ഞാൻ തേർഡ് ഇയർ ആയപ്പോൾ എനിക്ക് അപ്പോഴും എൻ്റെ മനസ്സിൽ IIT NIT ഉണ്ടായിരുന്നു. തേർഡ് ഇയർ ആയപ്പോൾ എങ്ങനെയെങ്കിലും MSc ഫിസിക്സ് IITയിലോ NITയിലോ ചെയ്യണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് വാശി പിടിച്ചു. അതിനുശേഷം ഞാൻ തേർഡ് ഇയർ ആയപ്പോൾ ജാം എന്ന് പറയുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ജോയിൻ്റ് അഡ്മിഷൻ ഫോർ MSCs ഇൻ IITs എന്നുള്ള ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അതാണ് MSc ഫിസിക്സിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് IITസിൽ കൊടുക്കുന്ന എക്സാംസ്, എൻട്രൻസ് എക്സാംസ്. സോ ഞാനത് കഷ്ടപ്പെട്ടിരുന്ന് കുറേയൊക്കെ ഒറ്റയ്ക്കിരുന്ന് പ്രൊഫസർമാർ, സെൻറ്റ് മേരീസ് കോളേജിലെ പ്രൊഫസർമാരൊക്കെ ആയിട്ട് ഡിസ്കസ്സൊക്കെ ചെയ്തിട്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് NIT കാലിക്കറ്റിലേക്ക് അഡ്മിഷൻ കിട്ടി. ആൻഡ് സോ ദാറ്റ്സ് ഹൗ തിങ്സ് ചേഞ്ച്. സോ NIT കാലിക്കറ്റിലെത്തി ഞാൻ ഏകദേശം കാലെടുത്ത് കുത്താൻ നോക്കിയപ്പോഴേക്കും കോവിഡ് വന്നു. അതിനുശേഷം എനിക്ക് ഏകദേശം 1.5 വർഷത്തോളം ക്യാമ്പസിലേക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഓൺലൈനായിരുന്നു ക്ലാസ്സസ്. സോ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഓൺലൈൻ ക്ലാസ്സസിന് കയറാനും പഠിക്കാനൊക്കെ. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ ഉഴപ്പി. അങ്ങനെ എൻ്റെ മാർക്സൊക്കെ വളരെ കുറവായിരുന്നു NIT കാലിക്കറ്റിൽ MSc ഫിസിക്സിന്. ഞാൻ തന്നെയായിരുന്നു എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും മാർക്ക് കുറഞ്ഞ സ്റ്റുഡൻറ്റ്. അങ്ങനെ നോക്കി എനിക്ക് ഏകദേശം 80%-ത്തിനൊക്കെ കുറവായിരുന്നു മാർക്ക്. ഞാൻ കോൺവെക്കേഷൻ ആയപ്പോൾ എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു, ഒരു നോർത്ത് ഈസ്റ്റ് പയ്യൻ, ആസാമിൽ നിന്ന് വന്ന അവനും എനിക്ക് ഏറ്റവും കുറവ് മാർക്കെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. 80%-ത്തിന് കൂടുതൽ എത്തിയാൽ ഡിസ്റ്റിങ്ഷൻ കിട്ടും. എനിക്കെന്തായാലും ഡിസ്റ്റിങ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു എൻ്റെ ആ സുഹൃത്തും എൻ്റെ ഒപ്പം ഉണ്ടാവുന്നു. പക്ഷേ അവന് പോലും ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ എനിക്ക് മാത്രമായിരുന്നു 80%-ത്തിന് കുറവ് മാർക്കുള്ളായിരുന്നു. അങ്ങനെ അത്രയും മാർക്ക് കുറവായിരുന്നു. ഞാൻ എന്നിട്ട് ഫസ്റ്റ് ഇയറിന് ശേഷം ഞാൻ പിന്നെ പല സ്ഥലങ്ങളിലേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഫസ്റ്റ് ഇയറിലെ ഒരു സബ്ജക്റ്റിന് D ഗ്രേഡ് ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ ഓൾമോസ്റ്റ് 600 യൂണിവേഴ്സിറ്റീസിലേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി, ഇന്ത്യയിലും അബ്രോഡും. പക്ഷേ ഇത്തവണ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു, PhD എങ്ങനെയെങ്കിലും IITയോ അല്ലെങ്കിൽ IIScയിലോ അഡ്മിഷൻ മേടിച്ചിരിക്കണം, അല്ലെങ്കിൽ അബ്രോഡ് IIT ഓർ IISc. ഈ 3 ഏതെങ്കിലും ഒന്ന് അഡ്മിഷൻ മേടിച്ചിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓപ്ഷൻ എപ്പോഴും അബ്രോഡായിരുന്നു. കാരണം എനിക്ക് പുറത്ത് പോയി പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ മിനിമം എനിക്ക് IIT എങ്കിലും കിട്ടിയിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഫസ്റ്റ് ഇയർ മുതൽ തന്നെ ഞാൻ ഏകദേശം 600 യൂണിവേഴ്സിറ്റീസിൽ കണ്ടിന്യൂസ്ലായിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. 600 എനിക്ക് കറക്റ്റ് എണ്ണം എന്ന് പറഞ്ഞുകൂടാ, ഏകദേശം 600 ആ റേഞ്ച് പിടിക്കാം. ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്തു. പലയിടത്തുനിന്നും എല്ലായിടത്തുനിന്നും റിജക്ഷൻ ആയിരുന്നു.
എൻ്റെ മാർക്ക് കുറവായതുകൊണ്ട്. പിന്നെ ചില സ്ഥലങ്ങൾ എന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, പക്ഷേ ലാസ്റ്റിലായപ്പോൾ അവരെന്നെ റിജക്റ്റ് ചെയ്തു. ഞാൻ NIT റിസർച്ച് ചെയ്തിരുന്ന ഓർഗാനിക് സെമി കണ്ടക്ടേഴ്സിലായിരുന്നു. അപ്പോൾ ഞാൻ ആ ഫീൽഡ് തന്നെ പിടിച്ച് പല സ്ഥലങ്ങളിലേക്ക് അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ആ ഫീൽഡും വിട്ട് വീണ്ടും പല സ്ഥലങ്ങളിലേക്ക് അപ്ലൈ ചെയ്തു. അങ്ങനെ എല്ലായിടത്തുനിന്നും റിജക്ഷൻ. ആർക്കും എത്ര റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പരിചയമുള്ള ഒരു പ്രൊഫസറുണ്ട്, അദ്ദേഹത്തിന് ഏകദേശം 1000 റിജക്ഷൻസൊക്കെ കിട്ടിയെന്നാണ് കേട്ടത്. ബട്ട് എനിക്കത് പേഴ്സണലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, കാരണം എനിക്ക് അത്രത്തോളം റിജക്ഷൻ എത്തിയില്ലെങ്കിലും പക്ഷേ എനിക്ക് ഏകദേശം റിജക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. ഞാനങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് റിജക്ഷൻസ് കിട്ടി. ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഇയറൊക്കെ ആയപ്പോഴേക്കും കുറേ റിജക്ഷൻസ് കിട്ടി. പാലക്കാട് IIT എനിക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചു, പക്ഷേ ഇൻ്റർവ്യൂവിന് എന്നെ റിജക്റ്റ് ചെയ്തു. നെറ്റും സെറ്റൊന്നും ഞാൻ എഴുതാൻ നിന്നില്ല. എൻ്റെ MSCക്ക് എനിക്ക് വലിയ കാര്യമായിട്ട് അത്ര മാർക്സൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് കോച്ചിങ് പോകാണ്ട് തന്നെ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നില്ലായിരുന്നു. പക്ഷേ എനിക്ക് കോച്ചിങ്ങിന് പോകാനൊരു എന്തോ ഒരു പേടിയായിരുന്നു, കാരണം 12th കഴിഞ്ഞപ്പോൾ ഞാൻ അത്രയും 1 ലക്ഷമൊക്കെ മുടക്കിയിട്ട് ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയി പൈസ ഒക്കെ കളഞ്ഞതാണ്. അപ്പോൾ എനിക്ക് വീണ്ടും അത് ചെയ്യാൻ പേടിയായിരുന്നു, കാരണം പാരൻസിൻ്റെ മണിയാണ്. ഞാൻ ഓൾറെഡി അന്ന് പാരൻസിൻ്റെ മണി കൊണ്ടുപോയി കളഞ്ഞിട്ട് അച്ഛനേക്ക് നല്ല കേട്ടത്. പിന്നെ എനിക്കൊന്നും അതിനോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ പോകുന്നത്. ആൻഡ് ദെൻ ഐ സ്റ്റാർട്ടഡ് അപ്ലൈങ് ടു എവറി യൂണിവേഴ്സിറ്റീസ്. ലൈക്ക് വീണ്ടും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. Then I thought of like, why don't I apply for masters in physics again? സോ ഇന്ത്യയിൽ എനിക്ക് ഇനി ഒന്നുകൂടി മാസ്റ്റേഴ്സ് ഇൻ ഫിസിക്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ജർമ്മനിയിൽ MSc ഫിസിക്സ് ഒന്നും കൂടി ലൈക്ക് അവിടെ ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ഞാൻ കുറേ യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്തു. അങ്ങനെ യൂണിവേഴ്സിറ്റി ഓഫ് കസേൽ, പിന്നെ വേറെ ഏതോ ഒരു യൂണിവേഴ്സിറ്റിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ ഓൾറെഡി ഒരു B2 ലെവൽ ജർമ്മനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. A1 ലെവൽ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ അഡ്മിഷൻ കയറാൻ വേണ്ടിയിട്ട്. Then the problem is I didn't get my student visa on time. എനിക്കത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു അഡ്മിഷൻ. പിന്നെ ഞാൻ വേറെ എവിടെയെങ്കിലും മാസ്റ്റേഴ്സ് ചെയ്താലെന്ന് വിചാരിച്ചു. ലൈക്ക് പിന്നെ കാനഡയ്ക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. കാനഡയിൽ ഞാൻ പല സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്തു, സെയിം ഫീൽഡ് തന്നെ. കാരണം ഫീൽഡ് വിട്ടൊരു കളിയില്ല, ഓർഗാനിക് ഇലക്ട്രോണിക്സ് ആ സാധനം തന്നെ വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മാസ്റ്റേഴ്സ് ഓർഗാനിക് ഇലക്ട്രോണിക്സിന് ലൈക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കി. അങ്ങനെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കൊങ്കോഡിയയിൽ മാസ്റ്റേഴ്സിന് ഒരു പൊസിഷൻ ഉണ്ടെന്ന് കണ്ടു. ഞാൻ അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. സോ ഞാൻ എടുക്കുന്ന മാസ്റ്റേഴ്സ് ഒരു തീസിസ് ആയതുകൊണ്ട് അവിടെ ഒരു സൂപ്പർവൈസർ ഉണ്ടാവും. അപ്പോൾ സൂപ്പർവൈസറിന് ഞാൻ മെയിൽ അയച്ചപ്പോൾ മൂപ്പർക്ക് ഓക്കെ ആയിരുന്നു, കാരണം എനിക്ക് ഏകദേശം 5 വർഷത്തെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഉണ്ട്. പിന്നെ മൂപ്പർക്ക് കൂടുതൽ സ്റ്റുഡൻസിനെ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ മൂപ്പർ എന്നോട് ഒരു കാര്യം പ്രോമിസ് ചെയ്തായിരുന്നു മെയിലിലൂടെ, ലൈക്ക് ഐ വുഡ് ഗെറ്റ് ദ ഫണ്ടിങ് ഇഫ് ഐ പ്രൂവ് ദാറ്റ് ഐ ആം എക്സലൻറ്റ്. എന്ന് വെച്ചാൽ നല്ല മാർക്സ് ഉണ്ടെന്ന് അവിടെ ചെന്ന് പഠിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് PhD ഫണ്ടിങ് ലൈക്ക് മാസ്റ്റേഴ്സ് ഫണ്ടിങ് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതുകൊണ്ട് അവിടുത്തെ അഡ്മിഷൻ അക്സെപ്റ്റ് ചെയ്തിട്ട് CAQന് അപ്ലൈ ചെയ്തു. സോ ദിസ് ഈസ് ഇൻ ക്യൂബക്. സോ ക്യൂബക്കിൻ്റേതായിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ പോളിസി ഉണ്ട്. അപ്പോൾ CAQന് അപ്ലൈ ചെയ്യണം. ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ CAQ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. സോ ദർ ഇസ് എ തിങ് കോൾഡ് CAQ ഇൻ ബിറ്റ്വീൻ. സോ CAQന് അപ്ലൈ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഞാൻ വേഗം പോയിട്ട് ബാംഗ്ലൂർ പോയി ബയോമെട്രിക്സ് ആൻഡ് മെഡിക്കൽ ചെക്കപ്പൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഏകദേശം 1 മാസത്തോളമായപ്പോൾ എനിക്ക് കാനഡിയൻ വിസ കിട്ടി. CAQ കിട്ടാനും കുറച്ച് പാടാണ്. CAQയിലെ സിഗ്നേച്ചർ നമ്മൾ തന്നെ സൈൻ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഡിജിറ്റലി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ അപ്ലോഡ് ചെയ്യാൻ പറയും. ഞാൻ NIT കാലിക്കറ്റ് പഠിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ഗേൾഫ്രണ്ടിനെ കാണാൻ പറ്റിയത്. ലൈക്ക് അപ്പോഴാണ് എനിക്കൊരു ഗേൾഫ്രണ്ട് ആയത്. ആൻഡ് NIT കാലിക്കറ്റിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ IELTS ഒരുമിച്ച് ചെയ്തു. അവൾ ഭയങ്കര പഠിക്കാൻ മിടുക്കിയായതുകൊണ്ടും അത്യാവശ്യം നല്ല കാലിബർ ഉള്ളതുകൊണ്ടും നല്ല മാർക്കൊക്കെ ഉള്ളതുകൊണ്ടും അവൾക്ക് വേഗം മിഷിഗൻ ടെക്കിലേക്ക് അഡ്മിഷൻ കിട്ടി ഫോർ PhD ഇൻ
അപ്ലൈഡ് ഫിസിക്സ്. ആൻഡ് ഞാനിപ്പോഴും നാട്ടിൽ തന്നെയായിരുന്നു. ഏകദേശം 1.5 വർഷത്തോളം ഞാൻ നാട്ടിൽ തന്നെ ഇരിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ ഈ സമയത്തൊക്കെ ചില കോച്ചിങ് സെൻറ്ററിലൊക്കെ പഠിപ്പിക്കാൻ പോയി. അത് കഴിഞ്ഞ് അങ്ങനെ കുറച്ച് വീട്ടിലെ പാരൻസിനെ വെറുപ്പിക്കാണ്ട് ഇങ്ങനെ കുറച്ച് കാലം അങ്ങനെ പിടിച്ചു വന്നു. പക്ഷെ എന്നാലും വീട്ടിൽ ഭയങ്കര പ്രഷറായിരുന്നു. ഒരു ഗവൺമെൻറ് ജോബോ അല്ലെങ്കിൽ PSCക്ക് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെറ്റിലാവാനുള്ള പരിപാടിയിലായിരുന്നു. എന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ടൊക്കെ. പക്ഷേ എൻ്റെ ഗേൾ ഫ്രണ്ടാണ് എന്നോട് ഈ പ്രഷറിനിടയിൽ കുറച്ച് കംഫർട്ടായിട്ട് നിന്നിട്ടുള്ളത്. ആൻഡ് so anyway I got my admission into a master's in electrical and computer engineering at Concordia. സോ ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞ് പ്രൊഫസറെ കാണാൻ പോയി. പ്രൊഫസർ എന്നോട് സംസാരിച്ചപ്പോൾ പ്രൊഫസർ വന്നിട്ട് തന്നെ വണക്കം എന്നൊക്കെ. ഞാൻ പിന്നെ ഓക്കെ സമ്മതിച്ച്. അത് കഴിഞ്ഞിട്ട് ഫണ്ടിങ്ങിനെ പറ്റി സംസാരിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു എപ്പോഴാണ് ഞാൻ ഫണ്ടിങ് തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ സീന് വേറെ ആയിപ്പോയി. ഞാൻ മൂടൊക്കെ പോയി. വന്ന് കാല് കുത്തിയിട്ട് പിറ്റേ ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ പ്രൊഫസർക്ക് കാണിച്ചു കൊടുത്തു മെയിലിൽ. അപ്പോൾ മൂപ്പരുടെ മിസ്റ്റേക്ക് മനസ്സിലായി. അപ്പോൾ മൂപ്പര് പറഞ്ഞു ഫണ്ടിങ് ഇല്ല, മൂപ്പരുടെ മിസ്റ്റേക്കാണ്, സോറി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ അവസ്ഥ മൂപ്പർക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അടുത്ത സെമിസ്റ്റർ മുതൽ പഠിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. ആകെ ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ പൈസയും പിന്നെ GIC എമൗണ്ടുമാണുള്ളത്. ലൈക്ക് $750 CAD per month. എന്ന് വെച്ചാൽ ഞാൻ $250 കാനേഡിയൻ ഡോളർ വെച്ചിട്ടാണ് ഓരോ മാസം ജീവിച്ചുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ ഈ സമയത്ത് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്നു എന്ന് അറിഞ്ഞൂടാ മൂപ്പർക്ക്. പക്ഷെ മൂപ്പർ എന്നോട് പറഞ്ഞു ഇതിന് ലാസ്റ്റ് സെമിസ്റ്ററിൽ മറ്റൊരു 50,000 CAD തരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ലാസ്റ്റ് സെമിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു 1.5-2 വർഷത്തിൻ്റെ അവസാനമല്ലേ. അതുവരെ ഞാനിങ്ങനെ പിടിച്ച് നോക്കി. അടുത്ത സെമിസ്റ്ററിൻ്റെ ട്യൂഷൻ ഫീസ് അടയ്ക്കാനുണ്ട്. അതിപ്പോൾ ആ പൈസ എവിടെ നിന്ന് ഒപ്പിക്കുന്നു ആലോചിച്ചുകൊണ്ടൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വല്ല പാർട്ട് ടൈം ജോബൊക്കെ കിട്ടാൻ പറ്റുമെന്ന് നോക്കി. ഞാൻ ഒരിക്കലും ഞാൻ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമെന്ന് വിചാരിച്ചില്ല. മൂപ്പര് പ്രോമിസ് ചെയ്തതായിരുന്നു എനിക്ക് ഫണ്ടിങ് തരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനത്തെ ഒരു വർത്തമാനം. ഒരു താല്പര്യമില്ലാണ്ട് ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ട് പാർട്ട് ടൈം ജോബിന് അപ്ലൈ ചെയ്യുന്നത്. ഞാനൊരു CV ഒക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ റെസ്യൂമേ എന്നൊക്കെ എഴുതി കാണിച്ചിട്ട് ഞാൻ നാട്ടിൽ മെക്ഡിയിൽ പുലിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എഴുതി കാണിച്ചിട്ട് പല സ്ഥലങ്ങളിൽ കൊടുക്കും. പലരും റിജക്റ്റ് ചെയ്തു. പിന്നെ ദിസ് ഈസ് എ ഫ്രഞ്ച് ഏരിയ, ലൈക്ക് മോൺട്രിയൽ ക്യൂബെക് ഈസ് എ ഫ്രഞ്ച് പ്രൊവിൻസ്. അവിടെ ഫ്രഞ്ചാണ് മെയിൻ ലാംഗ്വേജ്. അപ്പോൾ ഫ്രഞ്ച് അറിഞ്ഞിരിക്കണം പാർട്ട് ടൈം ജോബ്. പല സ്ഥലങ്ങളിലും അവർ ഫ്രഞ്ച് അറിയുമോ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് ഫ്രഞ്ച് അറിയില്ല. ആകെ അറിയാവുന്ന കുറച്ച് A1 ജർമ്മനാണ്. അതുകൊണ്ട് ഇവിടെ വലിയ കാര്യമില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ പല സ്ഥലങ്ങളിൽ ജോലിക്ക് വേണ്ടി പോയി, എവിടെയും കിട്ടിയില്ല. ഈ സമയമൊക്കെ എൻ്റെ ഗേൾ ഫ്രണ്ട് US PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത്യാവശ്യം നല്ല ഫണ്ടിങ്ങോടുകൂടി. ആൻഡ് ഷീ വാസ് ഹെൽപ്പിങ് മീ ഫിനാൻഷ്യലി ആൻഡ് മെൻ്റലി ഓൾ ദീസ് ഡേയ്സ്. എനിക്ക് വേണമെങ്കിൽ വന്നിട്ട് ആദ്യത്തെ ആഴ്ച തന്നെ തിരിച്ചു പോകുമായിരുന്നു. അപ്പോൾ കോളേജിൽ നിന്ന് പൈസ തിരിച്ച് കിട്ടും, അത്രയും പൈസ. പക്ഷേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിൽ പോകുന്നു. അപ്പോൾ അവിടെ പറഞ്ഞു വിട്ട ആൾക്കാർ എല്ലാവരും കളിയാക്കും. പിന്നീട് അതൊരു സംസാരമാവും. പിന്നീട് പാരൻസിന് നാണക്കേടാവും. ഇങ്ങനെ ഓരോരോ സിറ്റുവേഷൻ. അപ്പോൾ അതെന്തായാലും വേണ്ടെന്ന് വെച്ചു. പിന്നെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. പിന്നെ 5 മാസം കഴിഞ്ഞിട്ട് ഈ സെമിസ്റ്റർ ചേർത്തിട്ട് പൈസ ഇല്ലെങ്കിൽ ചിലപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്നും വിചാരിച്ചായിരുന്നു. പക്ഷെ എൻ്റെ ഗേൾ ഫ്രണ്ട് എന്നെ ഹെൽപ്പ് ചെയ്തു കുറേയൊക്കെ ഫിനാൻഷ്യലി. ആൻഡ് and mentally also. She's like the best thing happened to me after 2024, like not 2024, 2022 എന്ന് വേണം പറയാൻ. അങ്ങനെ ഞാൻ കുറേ കാലം നട്ടം തിരിഞ്ഞിരുന്നു. അങ്ങനെ ഞാനിതിൻ്റെ ഒപ്പം എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരോട് ഗേൾ ഫ്രണ്ടിനോട് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവൾ സംസാരിച്ച് എനിക്കൊരു അഡ്മിഷൻ ഒപ്പിച്ച് തന്നു. പക്ഷേ മാസ്റ്റേഴ്സ് ഇൻ ഫിസിക്സാണ്, വീണ്ടും മാസ്റ്റേഴ്സ്, PhD ഇല്ല. അങ്ങനെ പക്ഷേ ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഫണ്ടിങ്ങും. എൻ്റെ ഗേൾ ഫ്രണ്ട് കുറേ കഷ്ടപ്പെട്ടായിരുന്നു ആ പാർഷ്യൽ ഫണ്ടിങ് എങ്കിലും ഒപ്പിക്കാൻ അവിടെ നിന്ന്.
ഞാൻ കുറേ കഷ്ടപ്പെട്ടു ലൈക്ക് ഇവിടെ കടന്നിട്ട്. അത് ബുദ്ധിമുട്ടാണ്, കാരണം വിസ പ്രൊസീജിയർ ആകുമ്പോൾ വീണ്ടും 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 മാസ്റ്റേഴ്സ് തന്നെ ചെയ്യുന്നു. ഇവൻ എന്താ പണി, ഇവനെ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കും. കാരണം ഒന്നാമത് യു എസിൽ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പാർഷ്യൽ ഫണ്ടിങ് ആണെങ്കിൽ ബാക്കി പാർഷ്യൽ ഫണ്ടിങ് ഏകദേശം 18 ലക്ഷം അക്കൗണ്ടിൽ കാണിക്കണം. അത് എവിടെ നിന്ന് കിട്ടും? ആ പൈസ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യായിരുന്നു. അതുമില്ല. അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പക്ഷേ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് വേറെ വഴിയൊന്നും എനിക്ക് കാണാനുമില്ല. ഞാൻ പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ കുറേ കോങ്കോഡിയ യൂണിവേഴ്സിറ്റി തന്നെ എൻ്റെ ഫീൽഡിൽ തന്നെയുള്ള പല പ്രൊഫസർമാരെയും കോൺടാക്ട് ചെയ്യാൻ നോക്കി, എന്തെങ്കിലും PhD അഡ്മിഷൻ ഉണ്ടോ അത് ഇതെന്നൊക്കെ. അങ്ങനെ ഞാൻ ഇവിടെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു പ്രൊഫസർക്ക് ഇങ്ങനെ മെയിൽ ചെയ്തു, എനിക്ക് താല്പര്യമുണ്ട് ഈ സബ്ജക്റ്റ്, പ്രൊഫസറിൻ്റെ സബ്ജക്റ്റ്. ഞാൻ പ്രൊഫസർ ഏതൊക്കെ ഫീൽഡിലാണ് റിസർച്ച് ചെയ്യുന്നതെന്നൊക്കെ നോക്കി ഞാൻ ആ ഫീൽഡിലൊക്കെ പുലിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെയിലങ്ങ് അയച്ചു വിട്ടു. പിന്നെ ഏകദേശം റിപ്ലൈ ഒന്നും കണ്ടില്ല. അപ്പം തന്നെ മനസ്സിലായി ഇത് റിജക്ഷൻസിൻ്റെ വീണ്ടും റിജക്ഷൻസ്. അങ്ങനെ ഞാൻ ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ കുറേ പ്രൊഫസർമാർക്ക് അയച്ചു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ പ്രൊഫസർക്ക് എന്നെ മെയിൽ ചെയ്തു, എപ്പോഴെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ. അപ്പോൾ ഞാൻ വേഗം തന്നെ റിപ്ലൈ ചെയ്തു, എനിക്ക് കാണാൻ പറ്റും ഇന്ന സമയം, എപ്പോൾ വേണമെങ്കിലും കാണാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മൂപ്പര് ഒരു ടൈം പറഞ്ഞു. ഞാൻ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു, മൂപ്പര് മീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് PhD കിട്ടുന്നതാണ്. അപ്പോൾ മൂപ്പര് പറഞ്ഞു ഇവിടെ PhD ഒന്നും ഇല്ല, വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാൻ, നിങ്ങളെ ലാബിനെ പറ്റി, എൻ്റെ ലാബിനെ പറ്റിയൊക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ട് മൂപ്പര് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ എന്തായാലും കണ്ടതല്ലേ, ഞാൻ ചെയ്ത മാസ്റ്റേഴ്സിനെ പറ്റിയും ഇതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പ്രൊഫസറോട് പറഞ്ഞു പ്രൊഫസറിൻ്റെ ലാബൊന്ന് കാണാൻ പറ്റുമോ. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് മൂപ്പരുടെ ലാബ് കാണാൻ, കാരണം മൂപ്പരുടെ ലാബ്സ് കുറച്ചുകൂടി അടിപൊളിയാണ്. ലൈക്ക് അവിടെ കുറേ കൂടി FTIR, രാമൻ സ്പെക്ട്രോസ്കോപ്പി, ഒരു നല്ലൊരു ഗ്ലൗ ബോക്സ് ഉണ്ട്, ഒരു UHV സിസ്റ്റം ഉണ്ട് അവിടെ. അപ്പോൾ ഇതൊക്കെ കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനതുകൊണ്ട് മൂപ്പരുടെ ലാബിൽ ചെന്നു, മൂപ്പരുടെ ഇതൊക്കെ കണ്ടു. ഞാൻ മൂപ്പരോട് സംസാരിച്ചു, നിങ്ങളുടെ ലാബ് അടിപൊളിയാണ്, പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സെറ്റപ്സൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മൂപ്പരോട് പറഞ്ഞു, ഞാനിവിടെ വോളണ്ടിയർ ചെയ്തിട്ട് കുറച്ച് കാലം വർക്ക് ചെയ്തോട്ടെ, എനിക്ക് താല്പര്യമുണ്ട് ഇവിടെ വർക്ക് ചെയ്യാൻ. ഒന്നാമത് ഞാനിവിടെ കാനഡയിൽ പാർട്ട് ടൈം ജോബ് തപ്പിയിട്ട് ഒരു ജോലി പോലും കിട്ടിയില്ല. പിന്നെ എനിക്ക് താല്പര്യമില്ല, കാരണം ഒരു മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് 3 കോഴ്സസ് ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് എനിക്കിതെങ്കിലും നന്നായിട്ട് പഠിക്കണമെന്നുണ്ട്. എന്നിട്ട് ഞാനതുകൊണ്ട് ഇവിടുത്തെ പ്രൊഫസർ വേറെ എവിടെയെങ്കിലും പാർട്ട് ജോബിന് പോകാണ്ട് 250 CAD വെച്ചിട്ട് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പ്രൊഫസറോട് സംസാരിച്ച് അവിടെ എൻ്റെ ഫ്രീ ടൈമൊക്കെ ഞാൻ എൻ്റെ പ്രൊഫസറിൻ്റെ ലാബിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് ഓരോന്ന് പഠിക്കാൻ, അവിടുത്തെ ഗ്ലൗ ബോക്സ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, UHV എങ്ങനെ, അൾട്രാ ഹൈ വാക്യൂം സിസ്റ്റം എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, FTIR, അങ്ങനെ 3-4 മാസം ഞാൻ അങ്ങനെ അവിടെ വോളണ്ടിയർ ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷേ എന്നെ മൂപ്പര് മീറ്റിങ്സിനും വിളിക്കാറുണ്ടായിരുന്നു, ലൈക്ക് ഗ്രൂപ്പ് മീറ്റിങ്സ്, അതിനൊക്കെ വിളിക്കുകയായിരുന്നു. എങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഗേൾ ഫ്രണ്ട് പറയുന്നത് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ, ലൈക്ക് ഇതാണ് ലാസ്റ്റ് ഡേറ്റ്, ഇതിനുള്ളിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്താലേ ആ സമയത്ത് അവിടെ കയറാൻ പറ്റും. എൻ്റെ അനിയൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞ് കുറച്ച് പൈസ ഒക്കെ ഒപ്പിച്ച് അക്കൗണ്ടിലേക്ക് ഇടിയിപ്പിച്ച് അതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഒപ്പിച്ച് ഇങ്ങനെ ഒരു ആഴ്ചത്തോളം ഞാൻ അതിൻ്റെ പുറകിരിക്കും. അപ്പോൾ എൻ്റെ ഇവിടുത്തെ പ്രൊഫസർ എനിക്ക് മെയിൽ ചെയ്തു, ഒരു മീറ്റിംഗ് ഉണ്ട്, ഇന്ന ദിവസം വരണം എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ ചെയ്തു. ഞാൻ എന്നിട്ട് ഇതിൻ്റെ ടെൻഷൻ്റെ ഇടയിൽ ആ മീറ്റിങ്ങിന് പോയിട്ട് കയറി. ലൈക്ക് വേറെ ആരുമില്ല, ഞാനും പ്രൊഫസർ മാത്രമായിരുന്നു പ്രൊഫസറിൻ്റെ ഓഫീസിൽ. സോ ഈ മീറ്റിങ്സിൽ യൂഷ്വലി ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ലാബിൽ അവരുടെ റിസർച്ച് എത്രത്തോളം എത്തി, എവിടം വരെ എത്തി എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. മീറ്റിങ്ങിന് എന്നെ വിളിച്ചു. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, പറയുന്നത് എനിക്കൊരു PhD പൊസിഷൻ കിട്ടിയിട്ടുണ്ട്, ഓഫർ ലെറ്റർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് മൂപ്പര് എനിക്ക് എൻവലപ്പ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത്ര വിശ്വാസമില്ല, കാരണം ഞാൻ കഴിഞ്ഞ തവണ ഇതേപോലെ എന്നെ പറ്റിച്ചതാണ് എൻ്റെ പ്രൊഫസർ, മാസ്റ്റേഴ്സിന് ഫണ്ടിങ് തരുന്നു പറഞ്ഞിട്ട്.
അപ്പോൾ എനിക്കത്ര വിശ്വാസമായില്ല. ഞാൻ അപ്പോഴും എനിക്ക് സംശയത്തോടു കൂടിയാണ് ഞാൻ മൂപ്പരെ നോക്കുന്നത്. പിന്നെ ഒരു ഞെട്ടൽ, അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഞാനിങ്ങനെ ഞാൻ പറഞ്ഞു ആർ ഫോർ റിയൽ ലൈക്ക്. അപ്പോൾ മൂപ്പര് പറഞ്ഞു ഓഫർ ലെറ്റർ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്, ജസ്റ്റ് എനിക്കതൊന്ന് മെയിൽ ചെയ്താൽ മാത്രം മതി. ഞാൻ നിനക്ക് വേണ്ടി ഇവിടെയുള്ള എല്ലാ പ്രൊഫസർമാരോടും സംസാരിച്ച് നിൻ്റെ മാർക്സൊക്കെ നോക്കി കുഴപ്പമില്ലാന്ന് അവരെ കൊണ്ട് സമ്മതിപ്പിച്ച് നിനക്കൊരു ഓഫർ ലെറ്റർ ഒപ്പിച്ച് തന്നതാണ്. Like he has done all the changes, like he has gone too far just to get my admission for PhD. പല പ്രൊഫസർമാർ എന്നോട് ഇതിന് ശേഷം സംസാരിച്ചായിരുന്നു, ഇതാണ് മറ്റേ എൻജിനീയറിംഗിൽ നിന്ന് മാറിയ സ്റ്റുഡൻ്റ് എന്ന്. അപ്പോൾ ഓൾറെഡി എനിക്ക് മനസ്സിലായി മൂപ്പര് അതിനുശേഷം എനിക്ക് മനസ്സിലായി മൂപ്പര് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഫണ്ടിങ് ഒപ്പിക്കാനും എന്നെ അഡ്മിഷൻ ചേർക്കാൻ. ബട്ട് ഓൺലി ഓൺ എ കണ്ടീഷൻ ദാറ്റ് ഐ ഷുഡ് സ്കോർ ലൈക്ക് പെർഫോം വെരി വെൽ ഇൻ ദ current semester, the ongoing electrical and computer engineering semester. സോ ആ സെമസ്റ്ററിൽ ഞാൻ 3 സബ്ജക്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് 3 സോ ആ ഫസ്റ്റ് സെമസ്റ്റർ തന്നെയാണ്. ആ ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ എല്ലാത്തിനും എനിക്ക് എ ഗ്രേഡ് കിട്ടിയായിരുന്നു. അത് എനിക്ക് അപ്പോൾ ഗ്രേഡ്സ് വന്നു. അപ്പോൾ എനിക്ക് PhDക്ക് അഡ്മിഷൻ കിട്ടി. ബട്ട് മൈ ഗേൾഫ്രണ്ട് ഓൺ ദ അതർ സൈഡ് ലൈക്ക് ഫ്രം US, ഷി വാസ് ലിറ്റിൽ അപ്സെറ്റ് ബിക്കോസ് ദിസ് വാസ് അവർ ഓപ്പർച്യൂണിറ്റി ടു ബി ടുഗദർ ഇൻ എ സിംഗിൾ നേഷൻ. ഇപ്പോൾ ഞാനിവിടെ PhDക്ക് അഡ്മിഷൻ കിട്ടിയതുകൊണ്ട് അവളവിടെ PhDക്ക് നിൽക്കുന്നു. സോ 2 നേഷൻസിലാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പ് എങ്ങനെ പോകുമെന്നുള്ളൊരു ടെൻഷനും ഉണ്ടായിരുന്നു. ബട്ട് ഐ തിങ്ക് നൗ ആഫ്റ്റർ ലൈക്ക് 3 or 4 years now everything goes well, better than anything. And like the admission from the Michigan Tech, it might actually get rejected from the US Border and Customs and Security Department. Like 3 മാസ്റ്റേഴ്സ് വെച്ചിട്ട് നിൽക്കാൻ പറ്റില്ല. ഓൾറെഡി 3ാമത്തെ മാസ്റ്റേഴ്സ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഫണ്ടിങ് പാർഷ്യൽ ഫണ്ടിങ് ആണ്, പക്ഷേ ഇത്ര ഫണ്ടിങ്ങാണ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. ലോണിനൊക്കെ ട്രൈ ചെയ്തു, ലോണൊന്നും കിട്ടിയില്ല ഇവിടെ. സോ അതുകൊണ്ട് അവിടേക്ക് അങ്ങനെ ട്രൈ ചെയ്യാനും നിന്നിട്ടില്ല. കാനഡയ്ക്ക് വന്നത് തന്നെ വാസ് മൈ പാരൻസ് മണി. സോ അത് തന്നെ ഏകദേശം 10-12 ലക്ഷം ചിലവായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേറെ വീട്ടിൽ നിന്ന് പൈസ വയ്ക്കാൻ പറ്റില്ല, വീട്ടിൽ നിന്ന് പൈസ എടുക്കാനും ഇല്ല. ആൻഡ് പാരൻസിനെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ ഞാനും അന്ന് മൂപ്പര് എനിക്ക് PhDക്ക് അഡ്മിഷൻ തന്നു എന്ന് പറഞ്ഞ് ആ സമയം ദാറ്റ് ആക്ച്വലി ചേഞ്ച് മൈ ലൈഫ്. ചിലർ പറയും നമ്മൾ ഒരു കാര്യത്തെ ഭ്രാന്തമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നെങ്കിൽ അയാൾക്ക് ഭ്രാന്തായി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ അയാളെ രക്ഷപ്പെടും. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു എന്നൊന്നും പറയുന്നില്ല, പക്ഷെ ആ സമയത്തേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ ഒരു PhD ചെയ്യേണ്ട സമയത്തേക്ക്. കാരണം ഞാൻ കരിയറിനെ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഫിസിക്സിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്നൊരാഗ്രഹമുണ്ട്. സോ ഫോർ ദാറ്റ് പ്രൊഫസർ ഐ എം always grateful, and also to my professor from NIT Calicut, my supervisor from NIT Calicut. I'm grateful to him and my current professor. They gave me a chance. Even in NIT Calicut പോലും എനിക്ക് ഏറ്റവും മാർക്ക് കുറവായതുകൊണ്ട് ഞാൻ ഒരു പ്രൊജക്ട് സ്റ്റുഡൻ്റായിട്ട് കയറാൻ വേണ്ടി ഏതെങ്കിലും ഒരു ലാസ്റ്റിലെ സെമസ്റ്ററിൽ NIT Calicut ഏതെങ്കിലും ഒരു പ്രൊഫസർ അഗ്രി ചെയ്യണം. എന്നെ ഒരു പ്രൊഫസർ പോലും അഗ്രി ചെയ്തില്ല ആ സമയത്ത്. ആകെ എന്നെ അഗ്രി ചെയ്തൊരു പ്രൊഫസറാണ്, ഒരു സീനിയർ പ്രൊഫസറാണ്. ആ പ്രൊഫസറാണ്, എന്നെ അറിയുന്നവർക്ക് അറിയാം ആ പ്രൊഫസർ ആരാണ്. ആ പ്രൊഫസറിനോട് എനിക്ക് അത്രയും കടപ്പാടുണ്ട്. മീൻസ് എന്നെ സെലക്ട് ചെയ്ത് തന്നെ. കാരണം ഒരു പ്രൊഫസർക്ക് പോലും എന്നെ വേണ്ട, എൻ്റെ മാർക്സ് കുറവായതുകൊണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നെ എന്നെ സഹായിച്ച വേറെ 2-3 പ്രൊഫസർമാർ ഉണ്ട്. ലൈക്ക് റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് തന്നതിനും ചില യൂണിവേഴ്സിറ്റീസിൽ റെക്കമെൻഡ് ചെയ്തതിനൊക്കെ. പക്ഷേ എന്നെ സൂപ്പർവൈസ് ചെയ്ത ഒരു പ്രൊഫസറുണ്ട് NIT Calicut. അദ്ദേഹത്തോടും പിന്നെ ഇവിടുത്തെ എൻ്റെ സൂപ്പർവൈസറിനോടും അത്രയും കടപ്പാടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ആൻഡ് ഇഫ് യു ഡു ഫീൽ ദിസ് യൂട്യൂബ് ചാനൽ deserves a subscription, then please do. Thank you.